ക്ലിയർ മൈ ഡോക്ക് ഇങ്ങനെ ഒരു ആശയവുമായി മുന്നോട്ട് വരുന്ന സമയത്ത് എന്താണ് ഇതിൻ്റെ പ്രസക്തി? നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ജനസേവാ കേന്ദ്രങ്ങൾ കാണാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ക്ലിയർ മൈ ഡോക്ക് എന്താണ് ജനങ്ങൾക്ക് നൽകാൻ സാധിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ഡോക്യുമെൻറ്റുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നം നമ്മുടെ കേരളത്തിൽ ഇന്നും പരിഹാരം കാണാൻ സാധിക്കാത്ത ഒരു വലിയ പ്രശ്നം തന്നെയാണ്. പ്രത്യേകിച്ച് NRC, പൗരത്വ നിയമങ്ങൾ, അങ്ങനെ തുടങ്ങി നിരവധി നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് കൃത്യവും വ്യക്തവുമായ ഡോക്യുമെന്റുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമുള്ള കാര്യമാണ്. എന്നാൽ നമ്മുടെ നാട്ടിലെ സാഹചര്യം അറിയാം. കുട്ടികളുടെ സർട്ടിഫിക്കറ്റുകളിൽ പിതാവിൻ്റെ പേരിൽ മാറ്റം, ഇനീഷ്യൽ മാറ്റം, കുടുംബ പേരിൽ മാറ്റം, അങ്ങനെ തുടങ്ങി രണ്ട് ആളുകളുടെ ഡോക്യുമെന്റുകൾ ഒരുമിച്ച് വെച്ച് നോക്കിയാൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ കയറി ഇറങ്ങിയ നിരവധി ആളുകളുണ്ട്. അത്തരം ആളുകളാണ് യഥാർത്ഥത്തിൽ ക്ലിയർ മൈ ഡോക്കിനെ സമീപിക്കുന്നത്. അവരുടെ കൃത്യമായ പ്രശ്നങ്ങൾ പഠിക്കുകയും ഡോക്യുമെന്റുകൾ പരിശോധിച്ച് ഞങ്ങളുടെ എക്സ്പേർട്ട് ടീം ആദ്യം എന്താണ് ഇതിൽ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കും. അത് കൃത്യമായി അവർക്ക് പറഞ്ഞു കൊടുക്കും. അതിനുശേഷം ഇത് പറഞ്ഞു കൊടുത്തത് കൊണ്ട് മാത്രം ഇവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. ഇത് കൃത്യമായി ചെയ്യാനുള്ള ഏജൻസികളും വേണം. പല സമയങ്ങളിലും ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവർ ചെയ്യാൻ വേണ്ടിയിട്ട് ജനസേവാ കേന്ദ്രങ്ങളിലോ അങ്ങനെയുള്ള സ്ഥലത്ത് പോകുമ്പോൾ അവർക്ക് ഇത് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കുന്ന സാഹചര്യം ഞങ്ങളുടെ മുന്നിലേക്ക് വന്നു. ആ സമയത്താണ് ഞങ്ങളുടെ ഒരു എക്സ്പേർട്ട് ടീമിനെ ഞങ്ങൾ ബിൽഡ് ചെയ്യുന്നത്. അതായത് കൃത്യമായി ഈ കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്തു കൊടുക്കാനുള്ള ഒരു ടീമാണ് ഞങ്ങളുടെ എക്സ്പേർട്ട് ടീം. ഇന്ന് ക്ലിയർ മൈ ഡോക്കിന് ഒരു വലിയ എക്സ്പേർട്ട് ടീം തന്നെ ഞങ്ങളുടെ കയ്യിലുണ്ട്. നിരവധി ആളുകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും ഞങ്ങൾക്ക് സാധിച്ചു.